ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. It's me, VK. +1 ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് 12ഓളം ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഈ 12ഓളം വരുന്ന ചാപ്റ്റേഴ്സിൽ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മറ്റ് ചാപ്റ്റേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന ചാപ്റ്റർ നമുക്ക് കുറച്ച് കോൺസെപ്റ്റുകൾ, ചെറിയ ചെറിയ ടോപ്പിക്കുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. പബ്ലിക് എക്സാമിലേക്ക് അല്ലെങ്കിൽ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിലേക്കും നമുക്കൊരു 4 മാർക്ക് 5 മാർക്ക് എന്നിങ്ങനെയായിരിക്കും നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ടോപ്പിക് ഉണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ, ആ ടോപ്പിക് മാത്രമല്ല, ആ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള മുൻ വർഷത്തെ ചോദ്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സോ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. മക്കളെ, ഈ ചാപ്റ്റർ നമ്മൾ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്, ഈ ബിസിനസിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ എങ്ങനെയാണ്, അതിന്റെ റിസ്കുകൾ എന്തെല്ലാമാണ്, ഈ ബിസിനസ് ഏതെല്ലാം രീതികളിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അതിന്റെ സ്കോപ്പുകൾ എന്തെല്ലാമാണ്, ഇങ്ങനെയുള്ള ചെറിയ ടോപ്പിക്കുകൾ മാത്രം ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. സോ അപ്പം ഏതാണ് ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ള ആ ടോപ്പിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് തന്നെയാണ്. നമുക്ക് സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് 4 രീതികളിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഈ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമതായിട്ട് B2B കൊമേഴ്സ് ആണ്, മനസ്സിലാക്കി വെച്ചുള്ള B2B കൊമേഴ്സ്. രണ്ടാമത് B2C കൊമേഴ്സ് ആണ്. എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരും. അല്ലെങ്കിൽ C2C കൊമേഴ്സ് ഉണ്ട്, ഇനി ഇൻട്രാ ബി കൊമേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ 4 രീതിയിലാണ് സ്കോപ്പ് ഓഫ് ഈ ബിസിനസിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ 4 രീതിയിൽ നമുക്ക് സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് നടത്താൻ വേണ്ടി സാധിക്കും. സോ ആദ്യമായി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു, B2B കൊമേഴ്സിലേക്ക് പോകുന്നു. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വേണ്ടത് B2B എന്ന് പറയുന്ന സമയത്ത് ബിസിനസ് ടു ബിസിനസ് ആണ് വരുന്നത്. എന്താണ് ബിസിനസ് ടു ബിസിനസ്? അപ്പം B2B എന്ന് പറയുന്ന സമയത്ത് 2 പാർട്ടീസ് ഉണ്ട്, ഒന്ന് ബിസിനസ്സും മറ്റൊന്നും ബിസിനസ്സുമാണ്. ഫോർ എക്സാമ്പിൾ പറയാണ്, കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ 2 ഡിഫറെന്റ് ബിസിനസ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ 2 ബിസിനസ് ഓർഗനൈസേഷൻ തമ്മിൽ ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്, ഈ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏത് കാറ്റഗറിയിൽ നമ്മൾ പെടുന്നതോ B2B കൊമേഴ്സിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കാണിക്കുന്നത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ മക്കളെ, ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. ഇവിടെ നമുക്കറിയാം, ഇവിടെ 2 ടൈപ്പ് ബിസിനസ്സിനെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ബിസിനസ് 1 ആൻഡ് ബിസിനസ് 2. ഇവിടെ ഹോൾസെയിലർ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യാണ്, ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആരോമാർക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഒരു ഓർഡർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെബ്സൈറ്റിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്. ആരിലേക്ക്? മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിലേക്ക്. അവരെന്ത് ചെയ്യാണ് ചെയ്യുന്നത്, തിരിച്ച് എന്ത് ചെയ്യാണ്, പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ 2 പാർട്ടീസ് ആണുള്ളത്, ഒന്നൊരു ബിസിനസ്, ഒന്ന് ബിസിനസ് 1ഉം ഒന്ന് ബിസിനസ് 2 ആണുള്ളത്. സോ അവർ തമ്മിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്, ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് B2B കൊമേഴ്സ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ. അതുകൊണ്ടാണ് സ്ട്രക്ചർ അടക്കം സാറ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അതിന് എക്സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിലാവും, പർച്ചേസ് ഓർഡർ ആവാം, ഇൻവോയ്സ് ആവാം, കൊട്ടേഷൻ ആവാം. ഈ രീതികളിലൊക്കെ B2B കൊമേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, നടക്കാറുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്കോപ്പിലേക്ക് കിടക്കാം, അതായത് B2C കൊമേഴ്സ്. B2C എന്ന് പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ട 2 പാർട്ടീസ് ആണ്. ഒന്നാമത് B എന്ന് പറയുന്ന സമയത്ത് ബിസിനസ് ആണ്, C എന്ന് പറയുന്ന സമയത്ത് കൺസ്യൂമേഴ്സ് ആണ്. സോ ഒരു ബിസിനസ്സും കൺസ്യൂമേഴ്സും തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് B2C കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് ബിസിനസ് ടു കൺസ്യൂമേഴ്സ് ട്രാൻസാക്ഷൻസ്. എന്തൊക്കെ രീതിയിലെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, ദാറ്റ് ഈസ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്, കോൾ സെന്റേഴ്സ്, ATM ഫെസിലിറ്റി. ഇത് കൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആമസോൺ യൂസ് ചെയ്യാറുണ്ട്, നെറ്റ്ഫ്ലിക്സ്, സൊമാറ്റോ, ആപ്പിൾ ഓൺലൈൻ സ്റ്റോർ, ഇങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്, കൺസ്യൂം ചെയ്യാറുണ്ട്. സോ അപ്പുറത്തെ ഒരു ബിസിനസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അവരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. സോ അത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് B2C കൊമേഴ്സ്, ബിസിനസ് ടു കൺസ്യൂമേഴ്സ്. സോ ഇനി നമ്മൾ അടുത്ത സ്കോപ്പിലേക്ക് നമ്മൾ പോവാണ്, ദാറ്റ് ഈസ് ഇൻട്രാ ബി കൊമേഴ്സ്. എന്താ ഇൻട്രാ ബി കൊമേഴ്സ് എന്ന് പറയുന്ന സമയത്ത്, ഇപ്പൊ നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനം എടുക്കാം. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കുറേ അധികം ഡിപ്പാർട്ട്മെന്റുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും അല്ലേ. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ n നമ്പർ ഓഫ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, n നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. സോ ഒരു ഓർഗനൈസേഷന്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തുകയാണ്, എങ്ങനെ, ഇലക്ട്രോണിക് മീഡിയ വഴി ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ ബി കൊമേഴ്സ് എന്ന്. അതിന്റെ എക്സാമ്പിൾ ഒരു ചാർട്ട് സാറോട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറയുന്ന പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്കും എംപ്ലോയീസിനും സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസിനൊക്കെ സാലറി കൊടുക്കുന്നത്
അല്ലേ? അപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സാലറി കൊടുക്കുന്ന സമയത്ത് ട്രാൻസാക്ഷൻ ഓൺലൈൻ പേയ്മെന്റ് ആണ് നടക്കുന്നത്, ഓൺലൈനിലൂടെയാണ് സാലറി കൊടുക്കുന്നത്. സോ അത് എന്ത് കാറ്റഗറിയിൽ വരുന്നു? ഇൻട്രാ കൊമേഴ്സിൽ വരുന്ന കാറ്റഗറി ഓഫ് ട്രാൻസാക്ഷൻ ആണ്. സോ ഹിയർ ദ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് വിത്തിൻ ദ ഫേം, ഒരു ഫേമിന്റെ അകത്ത് തന്നെയാണ്. ഇറ്റ് ഇൻക്ലൂഡ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഇൻ മാർക്കറ്റിംഗ്, ഫിനാൻസ്, പ്രൊഡക്ഷൻ, പർച്ചേസ്, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. സോ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇൻട്രാ കൊമേഴ്സ് ആണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഇന്ററാക്ഷൻ ഓഫ് ബിസിനസ് വിത്ത് ഇറ്റ്സ് എംപ്ലോയീസ്, അല്ലെ? എംപ്ലോയീസുമായിട്ടുള്ള ഇന്ററാക്ഷൻസും എന്ത് ചെയ്യാം, ഇതിലൂടെ നടത്താൻ വേണ്ടി പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? B2E എന്നാണ്. അതായത് ബിസിനസ് ടു എംപ്ലോയീസ് എന്ന കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ ആണ് സാർ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതാണ് C2C, അല്ലെ? നേരത്തെ ബി കോമൺ ആയിരുന്നു, ഇവിടെ എന്താണ്? C2Cയിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. എന്താണ് സി എന്ന് പറഞ്ഞാൽ? കൺസ്യൂമേഴ്സ് ആണ്. അപ്പൊ ഒരു കൺസ്യൂമറും തമ്മിൽ ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് C2C കൊമേഴ്സ് എന്നത്. സോ ഇറ്റ് മീൻസ് കസ്റ്റമർ ടു കസ്റ്റമർ. Okay, it means customers to customer. This type of commerce is best suited for dealing in goods for which there is no established market mechanism. അതായത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് മെക്കാനിസം ഒന്നും ഇല്ലാത്തടത്ത് എന്ത് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് C2C കൊമേഴ്സ് ആണ്. അതായത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, OLX, അല്ലെ? OLX ഒക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പുറത്തെ ഒരു കസ്റ്റമർ ഉണ്ടായിരിക്കും, അവരെന്ത് ചെയ്യും, ഈ പറയുന്ന ഫോട്ടോ ഒക്കെ അടക്കം ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, നമുക്കൊരു വാഹനം എടുക്കണം, ഒരു വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ OLXൽ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അറിയാം ഒരു വണ്ടി ഇന്ന സ്ഥലത്തുണ്ട്, ഒരാൾ വിൽക്കാൻ എന്താണ് തയ്യാറായി നിൽക്കുകയാണ്, കൊടുക്കാനായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അയാളെ അപ്രോച്ച് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കസ്റ്റമർ ടു കസ്റ്റമർ ആണ് അവർ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. സോ C2C മീൻസ് കസ്റ്റമർ ടു കസ്റ്റമർ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. ആൻസർ നിങ്ങൾ ചാറ്റ് ബോക്സിൽ അല്ല കമന്റ് ബോക്സിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന്റെ ആൻസർ നിങ്ങൾ ഉറപ്പായിട്ട് മെസ്സേജ് അയക്കട്ടോ, ടെക്സ്റ്റ് ചെയ്തിടാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ടാറ്റ ലിമിറ്റഡ് പർച്ചേസസ് ടയേഴ്സ് ഫ്രം MRF ലിമിറ്റഡ്. അപ്പൊ ടാറ്റ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്ത് ചെയ്യാണ്, MRF ലിമിറ്റഡിൽ നിന്ന് ടയർ എന്താണ് പർച്ചേസ് ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കണേ, ഇവിടെ രണ്ട് പാർട്ടീസ് ആണ് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. അപ്പൊ ആദ്യം നാം പറഞ്ഞു കഴിഞ്ഞു ആരൊക്കെയാണ് ഇതിലെ പാർട്ടീസ്. ഇപ്പൊ ടാറ്റ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്ഥാപനം ആണ് എന്ന് നമുക്കറിയാം. എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനമാണ് നമുക്കറിയാം. ഇനി MRFിലേക്ക് വന്നാലും ഒരു ബിസിനസ് സ്ഥാപനമാണ് എന്ന് നമുക്കറിയാം, അല്ലെ? അപ്പം സിംപ്ലി ഐഡന്റിഫൈ ചെയ്തു. രണ്ട് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒന്നാരാണ്, ഒന്ന് ബിസിനസ് ആണ്, മറ്റൊന്നുമാരാണ്, ബിസിനസ് ആണ്. സോ ആൻസർ ഏതാണ്? B2B കൊമേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ. So cash withdrawal by a customer by using ATM is an example of e-business transaction. ഏത് e-business transactionന്റെ എക്സാമ്പിൾ ആണ്? ഒരു കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ ATM യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ ATM സേവനങ്ങൾ സർവീസസ് യൂട്ടിലൈസ് ചെയ്തു എന്നത് ഏത് ടൈപ്പ് ഓഫ് സ്കോപ്പിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ മനസ്സിലാക്കേണ്ടത്, ഒരു ബിസിനസിന്റെ സർവീസ് ആര് യൂട്ടിലൈസ് ചെയ്തു? ഒരു കസ്റ്റമർ യൂട്ടിലൈസ് ചെയ്തു. സോ ദാറ്റ് ഈസ് B2C ആണ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ ഇങ്ങനെ ഒരു മാർക്കിന്റെ ചോദ്യമായിട്ട് റിപ്പീറ്റഡ് ആയി ചോദ്യം ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല മക്കളെ ശ്രദ്ധിച്ചു വെക്കേണ്ടത്, 4 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. സോ ഏതെല്ലാം ചോദ്യങ്ങൾ വരും, എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടായിരിക്കണം സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് നിങ്ങൾ തെറവായിട്ട് സെറ്റ് ആക്കി മൈൻഡിൽ വെക്കേണ്ടത്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഉഷാറായിട്ട് പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.